السلام عليكم ورحمة الله. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. إن المنافقين يخادعون الله وهو خادعهم وإذا قاموا إلى الصلاة قاموا كسالى يراءون الناس ولا يذكرون الله إلا قليلا. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും സൂക്ഷിച്ച് പാലിച്ച് അല്ലാഹുവിൻ്റെ മുഖറബുകളായ ദാസന്മാരായി ദാസികളായി മാറാൻ ആഗ്രഹിക്കുക, പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക. അല്ലാഹു അതിന് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. മനുഷ്യരായ നാം നമ്മെക്കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നമ്മളൊരു നല്ല മനുഷ്യനാണോ എന്നാണ് ആലോചിച്ചുകൊണ്ടിരിക്കേണ്ടത്. നമുക്കറിയാം, മനുഷ്യനെന്ന് പറയുന്ന സാധനം ഒരു അത്യത്ഭുതകരമായ രീതിയിലാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ഒരു പുരുഷൻ ഒരു തവണ സ്രവിക്കുന്ന ശുക്ലത്തിൽ 25 കോടിയോളം ബീജങ്ങളുണ്ടെന്നാണ് പറയുന്നത്. 25 കോടി ബീജങ്ങൾ. സ്ത്രീയുടെ ഗർഭാശയത്തിലെത്തുന്ന ഈ ബീജങ്ങൾ അണ്ടത്തെ തേടി ഓടി നടക്കുകയാണ്. അതിൽ ഏറ്റവും വേഗതയുള്ള, ശക്തിയുള്ള ഒന്നാണ് അണ്ടത്തെ തുളച്ച് അതിൻ്റെ ന്യൂക്ലിയസിലെത്തുന്നത്. അങ്ങനെയാണ് ഒരു പുതിയ മനുഷ്യൻ്റെ ആദ്യ തുടിപ്പ് എന്ന് പറയുന്നത്. എന്നാലോചിച്ച് നോക്കുക, സംവിധാനത്തിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ 250 മില്യണോളം വരുന്ന ബീജത്തിൽ നിന്ന് ഒന്ന് ചേർന്നാണ് നമ്മളുണ്ടായത് എന്നർത്ഥം. 25 കോടി അല്ലെങ്കിൽ 250 മില്യൺ എന്നൊക്കെ പറയുമ്പോൾ ആ സംഖ്യ വളരെ വലുതാണ്. നമ്മളുണ്ടാവാൻ നിമിത്തമായ ആ ബീജത്തിൻ്റെ മുമ്പോ പിമ്പോ ഉള്ള ബീജമാണ് അണ്ടത്തോട് ചേർന്നിരുന്നത് എങ്കിൽ നമ്മൾ മറ്റൊരു മുഖമുള്ള, മറ്റൊരു രൂപമുള്ള, മറ്റൊരു കോലമുള്ള, അള്ളാഹുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മറ്റൊരു വ്യത്യസ്തമായ വിരലടയാളമുള്ള വേറൊരു സൃഷ്ടിയാണ്, വേറൊരു മനുഷ്യനാണ്. എത്ര പെർഫെക്റ്റായിട്ടാണിത് എന്ന് പറയുന്നത്. ഒരു പ്രാവശ്യം ശ്രവിക്കുന്ന ശുക്ലത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ദ്രിയത്തിൻ്റെ അതിൽ 250 മില്യൺ വ്യത്യസ്ത മനുഷ്യരുടെ സാധ്യത ഉണ്ട് എന്നർത്ഥം. 250 മില്യൺ വ്യത്യസ്ത മനുഷ്യരുടെ സാധ്യതയാണ്. ഓരോ തുള്ളിയിലുമുള്ളത് വ്യത്യസ്തമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ 225 കോടിയിൽ നിന്ന് തീർത്തും സ്പെഷ്യലൈസ് ചെയ്താണ് നമ്മളെ തിരഞ്ഞെടുത്ത്
ഗർഭാശയമാകുന്ന ഈ ഗർഭാശയം എന്നൊക്കെ പറഞ്ഞാൽ അല്ലാഹു തആലാൻ്റെ വാക്ക് ഭയങ്കര. ഗർഭാശയത്തെക്കുറിച്ച് അള്ളാഹു ഗർഭാശയത്തിനിട്ട പേര് റഹീം എന്നാണ്. റഹീം, അർഹാം എന്ന് ഖുർആനിലുണ്ടാവും. വയുഖിറു ഫിൽ അർഹാമി കൈഫ യശാ എന്നുണ്ട്. റഹ്മാനിൽ നിന്നാണ് റഹീം ഉണ്ടായത്. എന്താണ് ഫജഅൽനാഹു ഫീ ഖറാറിൻ മക്കീൻ എന്ന് പറയുന്നുണ്ട് ഗർഭാശയത്തെക്കുറിച്ച്. ഖറാറു മക്കീൻ, വളരെ ഭദ്രമായ ഒരു വല്ലാത്ത സൂക്ഷിപ്പ് സ്ഥലമാണത്. അവിടെയാണ് ഈ മനുഷ്യനെ വളർത്തുന്നത്. വളർത്താൻ നിശ്ചയിച്ച ആ സ്ഥലം ഭയങ്കര അത്ഭുതമാണ്. ഇത് ഇങ്ങനെ പ്രത്യേകമായി വളർത്തിക്കൊണ്ടുവന്ന ഈ മനുഷ്യൻ, നമ്മൾ വിചാരിക്കുന്നുണ്ടോ ഈ മനുഷ്യൻ്റെ ജീവിതത്തിന് ഒരു ലക്ഷ്യവുമില്ല എന്ന്? ഇത്രയും മൈന്യൂട്ടായി പെർഫെക്റ്റായി ഭയങ്കര അത്ഭുതം നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഇത് വളർത്തിക്കൊണ്ടുവന്ന ഈ മനുഷ്യൻ എന്ന് പറയുന്ന സാധനം, ആ മനുഷ്യൻ്റെ ജീവിതത്തിന് ഒരു ലക്ഷ്യവുമില്ല എന്ന് വിചാരിക്കാൻ നമുക്ക് പറ്റുമോ? ഒരു ലക്ഷ്യവുമില്ലാത്ത സാധനം ഇങ്ങനെ സൃഷ്ടിക്കോ? സുബ്ഹാനല്ലാഹ്. എന്നിട്ട് അല്ലാഹു മനുഷ്യനോട് പറയുന്നുണ്ട്, ഖുതിലൽ ഇൻസാനു മാ അക്ഫറ മിൻ അയ്യി ശൈഇൻ ഖലഖ മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറ. ഇങ്ങനെ സൃഷ്ടിച്ച മനുഷ്യൻ, ഖുതിലൽ ഇൻസാനു മാ അക്ഫറ, ഇങ്ങനെ സൃഷ്ടിച്ച, നമ്മളിത് കണ്ടുപിടിച്ചിട്ടുണ്ട് നമ്മളെങ്ങനെയാണ് സൃഷ്ടിച്ചത്. എന്നിട്ടും മാ അക്ഫറ, നിഷേധിയാകുന്ന മനുഷ്യൻ, ഖുതില, അല്ലാഹു പറയാ അവൻ നശിക്കട്ടെ എന്ന്, അവൻ നാശം. ഇപ്പം നിങ്ങൾ ആലോചിച്ചു, കുഫ്ർ എന്ന് പറഞ്ഞാൽ എന്താ? ഇത്രമാത്രം മഹത്വരമായ ഈ രീതിയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ, ആ സൃഷ്ടാവിനെ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ, ഖുതിലൽ ഇൻസാനു മാ അക്ഫറ മിൻ അയ്യി ശൈഇൻ ഖലഖ. അല്ലാഹുവിൻ്റെ ചോദ്യമാണ്, എന്തിൽ നിന്നാണ് അവനെ സൃഷ്ടിച്ചത്? എന്തിൽ നിന്നാ? അള്ളാഹു തന്നെ മറുപടി പറയാം, മിൻ നുത്ഫത്തിൻ ഖലഖ. അവനെ സൃഷ്ടിച്ചത് നേരത്തെ പറഞ്ഞ 250 മില്യണോളം വരുന്ന ബീജത്തിൽ നിന്ന് ഒരു ബീജം അണ്ടത്തോട് ചേർന്നപ്പോൾ ഉണ്ടായ, അതിൽ നിന്ന് സൃഷ്ടിച്ചത്. മിൻ നുത്ഫത്തിൻ ഖലഖ ഫഖദ്ദറഹു. എന്നിട്ട് അള്ളാഹു ഖദറാക്കി. അത് ഭയങ്കര അത്ഭുതം. മനുഷ്യൻ്റെ എല്ലാം ഖദറാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ എല്ലാം അങ്ങനെ ചെയ്താൽ ഇങ്ങനെ ആകും, ഇങ്ങനെ ചെയ്താൽ അങ്ങനെ ആകുമെന്നത് ഖദറാക്കി വെച്ചു. സത്യത്തിൽ സുബ്ഹാനല്ലാഹ്, 25 കോടി ബീജത്തെ സൃഷ്ടിച്ചവൻ തന്നെയാണ് അതിലൊന്നായ നമ്മളെ ആ നമ്മുടെ ഉമ്മയുടെ ഗർഭാശയത്തിൽ വെച്ച് അണ്ടത്തോട് ചേർത്തത്. വേറെ ആരുമല്ല. ഒരു ഫാക്ടറിക്കും ഇത് നിർമ്മിക്കാൻ സാധ്യമല്ല. ഇതാണ് സത്യത്തിൽ നമ്മൾ എന്ന് പറഞ്ഞാൽ. ഈ മനുഷ്യരായ നമ്മളെ സൃഷ്ടിച്ചത് കൃത്യമായ ലക്ഷ്യത്തോടു കൂടിയാണ്. ആ ലക്ഷ്യവും അള്ളാഹു പറഞ്ഞു, ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ഞാനതാണ് ആദ്യം പറഞ്ഞത്. നമ്മൾ ഇടയ്ക്കിടെ ആലോചിക്കേണ്ടത്, ഞാൻ
നല്ല മനുഷ്യനാണോ എന്നാണ്. ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ഏറ്റവും നല്ല മനുഷ്യനാവുന്നവൻ, നല്ല മനുഷ്യനാകാനുള്ള പ്രവൃത്തികൾ ചെയ്യുന്നവൻ ആരാണ് എന്ന് പരിശോധിക്കാൻ. എന്തിനാണ് ആ പരിശോധന? അതും പറഞ്ഞു. ഈ പരീക്ഷാകാലം കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ അതിഥിയായി മനുഷ്യൻ ഈ ഭൂമിയിൽ നിന്ന് തിരിച്ചു പോവുകയാണ്. അതാണ് അതിലെ മഹാ അത്ഭുതം. ഇങ്ങനെ സൃഷ്ടിച്ച മനുഷ്യനെന്ന ഈ മഹാജീവി ഭയങ്കര ജീവിയാണ്. അത്രമാത്രം മനോഹരമായി സൃഷ്ടിക്കപ്പെട്ട ജീവിയില്ല. വലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം എന്ന് പറഞ്ഞു. അഹ്സനി തഖ്വീം, ഏറ്റവും പെർഫെക്റ്റായ, ഏറ്റവും മനോഹരമായ, ഏറ്റവും ഭംഗിയുള്ള ജീവി. ഈ ജീവി ഈ പരീക്ഷാകാലം കഴിഞ്ഞാൽ പോകുന്നത് സൽക്കാരത്തിലേക്കാണ്. അള്ളാഹുവിൻ്റെ അതിഥിയായാണ് പോകുന്നത്. അള്ളാഹു പ്രയോഗിച്ച പദമാണ് നുസുലം മിൻ ഗഫൂരിർ റഹീം. ഗഫൂറായ റഹീമായ അള്ളാഹുവിൻ്റെ സൽക്കാരത്തിലേക്കാണ് പോകുന്നത്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ മനുഷ്യനെന്ന് പറയുന്ന നമ്മൾ നന്നാവേണ്ടതുണ്ട്. നന്മയുണ്ടാകണം നമ്മുടെ ജീവിതത്തിൽ. നല്ലവനാണോ എന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ പരിശോധിച്ചു കൊണ്ടിരിക്കണം. ഞാൻ നല്ലവനാണോ എന്ന്. അത് നമ്മളുടെ ബാധ്യതയാണ് ഇത് പരിശോധിക്കുക എന്ന് പറഞ്ഞാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനോട് ഈ വിഷയം സംസാരിച്ചുകൊണ്ട് നബി ഇങ്ങനെ പല കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കുകയാണ്. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് വിശുദ്ധ ഖുർആനിലൊരു വാചകം, ഒരു ആയത്ത് വന്നു. വല്ലദീന യക്നിസൂന ദഹബ വൽ ഫിദ്ദ എന്ന് പറഞ്ഞൊരു വചനം. സ്വർണവും വെള്ളിയും അത് ഒരു നിധിയായി, ഒരു സമ്പത്തായി സംഭരിച്ചു വെക്കുന്ന ആളുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വചനം സഹാബത്തിന് വിവരിച്ചു കൊടുത്ത ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, യാ ഷദ്ദാദ് ഇബ്നു ഔസ്. ഷദ്ദാദ് ഇബ്നു ഔസ് നബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അനുചരനായിരുന്നു. ഷദ്ദാദിനെ വിളിച്ച് പറഞ്ഞു, ഇദാ റഅയ്ത അന്നാസ ഖദ് ഇക്തനസു അദ്ദഹബ വൽ ഫിദ്ദ ഫക്നസ് ഹൗലഇൽ കലിമാത്ത്. ജനങ്ങൾ സ്വർണവും വെള്ളിയുമൊക്കെ സംഭരിച്ചു വെക്കുന്നത് നീ കണ്ടാൽ ഈ വചനങ്ങൾ നീ സംഭരിച്ചു വെക്കണം. ഈ വചനങ്ങൾ നീ ഒരു കൻസായി, ഒരു നിധിയായി സൂക്ഷിച്ചു വെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു. ആ പ്രാർത്ഥനയിലുണ്ട് നമ്മൾ നല്ല മനുഷ്യരാണോ എന്നറിയാനുള്ള അടയാളങ്ങൾ. ഈ പ്രാർത്ഥന പഠിപ്പിച്ച ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, നമ്മുടെ നന്മ പരിശോധിക്കാൻ ആ പ്രാർത്ഥനയിലെ വാക്കുകൾ മതി. ആ പ്രാർത്ഥന നമ്മൾ പഠിക്കണം. ആ പ്രാർത്ഥന നാം പ്രാർത്ഥിക്കുമ്പോൾ അതിലോരോ വരികളിലും നമ്മൾ നിൽക്കണം. എന്നിട്ട് ആലോചിക്കണം ഞാൻ എവിടെയാണ് എന്ന്. ആ പ്രാർത്ഥനയിലെ ഒന്നാമത്തെ വാചകം അല്ലാഹുമ്മ ഇന്നി അസ്അലുക സബാത ഫിൽ അംർ എന്നാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക സബാത ഫിൽ അംർ. അല്ലാഹുവേ, എൻ്റെ കാര്യങ്ങളിൽ എനിക്ക് നീ സബാത്ത് നൽകണമേ. സബാത്ത് എന്ന് പറഞ്ഞാൽ സ്ഥിരതയാണ്. സ്ഥിരത. നമുക്കറിയാം,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് പഠിപ്പിക്കുന്നത് കൻസ് എന്ന പദം ഉപയോഗിച്ചുകൊണ്ടാണ്. കൻസ് എന്ന് പറഞ്ഞാൽ നിധിയാണ്. ഭൂമിയുടെ അകത്ത് ഉള്ള മനുഷ്യൻ പിന്നീട് കണ്ടെത്തുന്ന ആരോ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളതിനാണ് കൻസ് എന്ന് പറയുക. അതാണ് കൻസ്. അതിലെ ഒന്നാമത്തെ കാര്യം ഇതാണ്: അല്ലാഹുമ്മ ഇന്നി അസ്അലുക സബാത ഫിൽ അംർ. നമുക്കില്ലാതെ പോകുന്നത് പലപ്പോഴും അതാണ്. നമ്മൾ നല്ല മനുഷ്യരാണോ എന്നറിയാനുള്ള ഒന്നാമത്തെ വഴി നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ നമുക്ക് സബാത്ത് അഥവാ സ്ഥിരത ഉണ്ടോ എന്ന് പരിശോധിക്കലാണ്. തോന്നുമ്പം ചെയ്യുന്ന കുറേ ആളുകളുണ്ട്, അത് നന്മയല്ല എന്നർത്ഥം. തോന്നുമ്പം നമസ്കരിക്കുന്നു, തോന്നുമ്പം ഖുർആൻ ഓതുന്നു, തോന്നുമ്പം അല്ലേ, അത് നന്മയല്ല. നന്മയല്ലെന്ന് മാത്രമല്ല, അത് തിന്മയാണ്. കാരണം അവനവിടെ വഴിപ്പെടുന്നത് അള്ളാഹുവിനല്ല, മറിച്ച് അവൻ്റെ തോന്നലുകൾക്കാണ്, ഹവകൾക്കാണ്. ഹവ എന്നാണ് ഖുർആനിൻ്റെ ഭാഷ. ഒന്നാമത്തെ കാര്യം അതാണ്, അസ്സബാത്ത് ഫിൽ അംർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭയപ്പെട്ടിരുന്ന ഒരു കാര്യമായിരുന്നു ഇത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത് നമുക്ക് ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു സ്റ്റെബിലിറ്റി കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ പതറിപ്പോകും. നബിയുടെ എല്ലാ നമസ്കാരത്തിലും നബി പ്രാർത്ഥിച്ചിരുന്നു, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, സബ്ബിത് ഖൽബി അലാ ദീനിക്. അർത്ഥമൊന്നും പറയണ്ടല്ലോ, എല്ലാവർക്കും അറിയാലോ. റബ്ബന ലാ തുസിഅ ഖുലൂബന ബഅദ ഇദ് ഹദൈതന. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ആ വിഷയമാണ്. അപ്പോൾ സബാത്ത് വേണം, നമുക്ക് ഇസ്തിഖാമത്ത് വേണം. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അതാണ്. കുറച്ച് മതി, പക്ഷേ ഉള്ളതിൽ സ്ഥിരത വേണം. അതാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. മറ്റത് നമ്മുടെ രീതിയല്ല, നമ്മുടെ സംസ്കാരമല്ല എന്നർത്ഥം. രണ്ടാമത്തേത് അല്ലാഹുമ്മ ഇന്നി അസ്അലുക സബാത ഫിൽ അംർ. രണ്ടാമത്തേത് വൽ അസീമത ഫിർ റുഷ്ദ്. അസീമത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ, ഹൃദയത്തിൻ്റെ കരുത്തിനാണ് അസീമത്ത് എന്ന് പറയുന്നത്. എന്തിനുള്ള കരുത്ത് കിട്ടണം? കരുത്ത് കിട്ടണം എന്തിനുള്ള? അല റുഷ്ദ്, റുഷ്ദിലേക്കെത്താനുള്ള കരുത്ത് കിട്ടണം. അസീമത്ത്, ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ ആ കാര്യത്തിൽ നമുക്ക് അസീമത്തുണ്ടാകണം. അത് ഞാൻ ചെയ്യും, ഉറപ്പായി ചെയ്യും. എന്നാണ് അസീമത്ത് എന്ന് പറഞ്ഞാൽ, ഫൈദ അസംത ഫതവക്കൽ അലല്ലാഹ്. അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്. അസീമത്ത് കിട്ടാനുള്ള വഴി അതാണ്. നമ്മളൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ, ഉറപ്പിച്ചു കഴിഞ്ഞാൽ, പിന്നെ അള്ളാഹുവിലേക്ക് വിടുക, തവക്കുൽ ചെയ്യുക അള്ളാഹുവിൽ. ഇത് വളരെ പ്രധാനമായ ഒരു സംഗതിയാണ്. ഇവിടെ എന്തിനുള്ള അസീമത്ത് കിട്ടണം? റുഷ്ദിനുള്ള അസീമത്ത് കിട്ടണം. റുഷ്ദ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ നേരെ വിപരീതമായി ഖുർആൻ പഠിപ്പിച്ച പദം ഗയ്യ് എന്നാണ്. ഗയ്യ് അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഈ റുഷ്ദും ഗയ്യും അത് യഥാർത്ഥത്തിൽ നന്മകളെ തിരിച്ചറിയാനുള്ള ഒരവസ്ഥയാണ് റുഷ്ദ് എന്ന് പറയുന്നത്. നന്മകൾ ഏതാണ്, തിന്മകൾ ഏതാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കുക. ഫഖദ് തബയ്യന റുഷ്ദ്, ഖദ് തബയ്യന റുഷ്ദു മിനൽ ഗയ്യ് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. റുഷ്ദും ഗയ്യും ഇസ്ലാം വന്നതോടുകൂടി വ്യക്തമാണ്. റാഷിദുകളാകണം നാം, റാഷിദുകളാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മറ്റൊരു പ്രാർത്ഥനയിലുണ്ട്, അല്ലാഹുമ്മ ഹബ്ബിബ് ഇലയ്യൽ ഈമാൻ വസയ്യിൻഹു ഫീ ഖുലൂബിനാ
വകരിഹ് ഇലൈനൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഉസ്യാൻ വജഅൽനീ മിനർ റാഷിദീൻ. റാഷിദുകളാകണം. അത് പേരുകൊണ്ടല്ല റാഷിദുകളാകേണ്ടത്, മറിച്ച് നമുക്ക് പ്രവർത്തനം കൊണ്ട് റാഷിദുകളാകാൻ ചെയ്യും. അപ്പം നല്ല കാര്യങ്ങൾ ചെയ്യുവാനുള്ള ഒരു കരുത്ത് നമുക്ക് കിട്ടണം. അത് വൽ അസീമത്ത് അല റുഷ്ദ് എന്ന് പറഞ്ഞാൽ അതിൽ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, റുഷ്ദില്ലെങ്കിൽ നമ്മൾ റഷീദല്ലെങ്കിൽ പിന്നെ ആവുക ഗാഫിലുകളാണ്. ഒരശ്രദ്ധ വന്നു പോകും. ഈ അശ്രദ്ധയാകട്ടെ നമ്മളെ ളലാലത്തിലേക്ക് കൊണ്ടുപോകും. അത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ അസീമത്തുണ്ടാകണം. എന്തിന്? അലർ റുഷ്ദ്. എനിക്ക് ചിന്തയുണ്ടാകണം, നല്ല കാര്യങ്ങളിലേക്ക് എത്തണം എന്ന ചിന്ത. അതാണ് അസീമത്ത്. രണ്ട് രീതിയിലുണ്ട്. ഒരു കാര്യം ചെയ്യാനുള്ള മാർഗത്തിലേക്ക് നമ്മൾ എത്തുക എന്ന് പറയുന്നത് അസീമത്താണ്. ഒരു കാര്യം ചെയ്യാനുള്ള മാർഗത്തിലേക്ക് എത്തുക, എന്നിട്ടത് ചെയ്യാൻ പോവുക എന്നത് അസീമത്താണ്. അതിനേക്കാൾ വലുതാണ് ആ ചെയ്യുന്ന കാര്യത്തിൽ എപ്പോഴും നമുക്ക് പിടിച്ചു നിൽക്കാനാവുക എന്നത്. അത് വളരെ പ്രധാനമാണ്. ഇത് രണ്ടും കൂടുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ നല്ല മനുഷ്യരാവുക. അപ്പോൾ രണ്ടാമത്തെ അടയാളം അതാണ്. നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള അസീമത്ത് കിട്ടുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. അതാണ്. അതുകൊണ്ടാണ് സലഫ് സാലിഹുകൾ സാധാരണ അസീമത്തിനെക്കുറിച്ച് പറയുമ്പോൾ അവർ പറയാറുണ്ട്, ഇദാ വഖഅത്തിൽ അസീമത്തു ഫിൽ ഖൽബ് തറഹലത്തി ദുനിയ മിനൽ ഖൽബ് എന്നാണ്. ഖൽബിൽ അസീമത്ത് സംഭവിച്ചാൽ, ഖൽബിൽ അസീമത്തുണ്ടായാൽ, ചെയ്യണം എന്ന മനോദാർഢ്യം നമുക്ക് വന്നാൽ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ദുനിയാവുമായി ബന്ധപ്പെട്ട് നമ്മെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാം അവസാനിക്കും. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, വഅസ്അലുക മൂജിബാതി റഹ്മതിക്. വഅസ്അലുക മൂജിബാതി റഹ്മതിക്. അല്ലാഹുവേ, ഞാൻ നിന്നോട് ചോദിക്കുന്നു. മൂജിബാത്ത്, വജബ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ, നിർബന്ധമായും ഉണ്ടാകുന്നതാണ്. വാജിബ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ നിർബന്ധമായും എനിക്കെന്ത് കിട്ടണം? നിൻ്റെ റഹ്മത്ത് കിട്ടണം. അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ഞാൻ നിന്നോട് ചോദിക്കുന്നു. മൂജിബാത്തി റഹ്മത്തിക്ക്. അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് ഞാൻ ഒരിക്കലും അകന്നു പോകരുത്. അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടുന്ന ഭാഗ്യവാന്മാരിൽ എനിക്ക് പെടാൻ സാധിക്കണം. അതിനെന്താണോ നിർബന്ധമായി ഞാൻ ചെയ്യേണ്ടത് അതിലേക്ക് റബ്ബേ എന്നെ എത്തിക്കണം എന്നാണ്. അതിൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടുന്ന പ്രവർത്തികളുണ്ടാകും, വാക്കുകളുണ്ടാകും, സ്വഭാവ ഗുണങ്ങളുണ്ടാകും. ഇത് മൂന്നും നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടുന്ന പ്രവർത്തികളുണ്ട്, വാക്കുകളുണ്ട്, സ്വഭാവ ഗുണങ്ങളുണ്ട്. ഇത് മൂന്നിലേക്കും നമുക്ക് എത്താൻ സാധിക്കണം. അതെനിക്ക് കിട്ടണം. അതാണ് വഅസ്അലുക മൂജിബാതി റഹ്മതിക്. നമ്മൾ നന്മയുടെ നന്മ പരിശോധിക്കേണ്ടത്, ഞാൻ നല്ല മനുഷ്യനാണോ എന്ന് പരിശോധിക്കേണ്ടത് അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കുന്ന കാര്യങ്ങളിൽ ഞാൻ എത്തുന്നുണ്ടോ, ആ ഗുണം എനിക്കൊന്നുണ്ടാകുന്നുണ്ടോ, അള്ളാഹുവിൻ്റെ റഹ്മത്തുണ്ട് എന്ന് പറഞ്ഞ ഇടങ്ങളിലേക്ക് ഞാൻ എത്തുന്നുണ്ടോ, അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടുമെന്ന് പറഞ്ഞ ഗുണങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ടോ. ഒരുപാട് സംഗതികൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അല്ലാഹുമ്മ റഹംനി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലാഹുമ്മ റഹംനി എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ ആ റഹ്മത്ത് കിട്ടുന്നിടത്തേക്ക് ഞാൻ എത്തുന്നുണ്ടോ ഇല്ലയോ, അതാണ് പ്രശ്നം. അതാണ് വഅസ്അലുക മൂജിബാതി റഹ്മതിക്. അല്ലാഹുവേ, നിൻ്റെ റഹ്മത്ത് നിർബന്ധമായും ലഭിക്കുന്ന കാര്യങ്ങൾ ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. നാലാമത്തേത്
വഅസായിമ മഗ്ഫിറതിക്. വഅസായിമ മഗ്ഫിറതിക്. അസീമത്ത് നമ്മൾ നേരത്തെ വിശദീകരിച്ചു. നമ്മുടെ ഹൃദയത്തിൻ്റെ അല്ലെങ്കിൽ മനസ്സിൻ്റെ ദൃഢതയുടെ പേരാണെന്ത്? അസീമത്ത് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് അസായിം എന്ന് പറഞ്ഞാൽ? അസീമത്തിൻ്റെ ബഹുവചനമാണ്. എന്തിനുള്ള അസീമത്ത്? നിൻ്റെ മഗ്ഫിറത്ത് ലഭിക്കുന്ന രീതിയിലുള്ള അസീമത്ത്. ഞാൻ തെറ്റ് ചെയ്യും, എന്നിൽ നിന്ന് തെറ്റ് വരും, പക്ഷേ ആ തെറ്റ് നീ പുറത്തു തരാവുന്ന രീതിയിലുള്ള ഒരവസ്ഥയിലേക്ക് എന്നെ എത്തിക്കണം. ആ തെറ്റ് മഗ്ഫിറത്ത് എനിക്ക് കിട്ടാവുന്ന വാക്കുകൾ, പ്രവൃത്തികൾ, ചിന്തകൾ എന്നിൽ നിന്ന് വരണം എന്നർത്ഥം. അതാണ് മഗ്ഫിറത്ത് കിട്ടാവുന്ന വാക്കുകളിലും പ്രവൃത്തികളിലും ചിന്തകളിലും ഉറച്ചു നിൽക്കാനുള്ള മനോദാർഢ്യം എനിക്കുണ്ടാകണം എന്നർത്ഥം. അതാണ് വഅസായിമ മഗ്ഫിറതിക് എന്ന് പറഞ്ഞാൽ. അത് നമ്മളൊക്കെ എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കേണ്ട സംഗതിയാണ്. മഗ്ഫിറത്ത് എന്ന് പറയുമ്പോൾ സത്യത്തിൽ ഇവിടെ നമ്മൾ ഓർക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സംഗതി, ഒരു തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റിനോടനുബന്ധമായി മറ്റു കുറേ തെറ്റുകൾ ചെയ്യുമ്പോൾ നമുക്കുണ്ടായ ഒരു മനസ്സാക്ഷിക്കുത്ത് എന്നൊക്കെ പറയാറുണ്ടല്ലോ, അതാണ്. അതിൽ നിന്നാണ് മഗ്ഫിറത്ത് ഉണ്ടാവുക. ഞാനൊരു തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റ് ഞാൻ അനുഭവിക്കുകയും സുഖിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അതിൽ മഗ്ഫിറത്ത് കിട്ടൂല. അതെപ്പോഴും നമ്മൾ ചിന്തിക്കണം. തെറ്റ് അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അൽ ഇസ്മു മാ ഹാക ഫി സദ്രിക്. നിൻ്റെ ഹൃദയത്തിന് ചൊറിച്ചിലുണ്ടാക്കുന്നതാണ് തിന്മ, തെറ്റ്, പാപം എന്നൊക്കെ പറയുന്നത്. അത് യഥാർത്ഥത്തിൽ ആ ഒരു ചൊറിച്ചിലാണ് മഗ്ഫിറത്തിൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ആലോചിക്കണം, ഞാൻ നല്ല മനുഷ്യനാകണമെങ്കിൽ, നല്ല മനുഷ്യനാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒരു ക്ഷതം സംഭവിക്കുമ്പോൾ, ഒരാപത്ത്, ഒരു തെറ്റ് സംഭവിക്കുമ്പോൾ അതിനോട് രാജിയാവുകയല്ല ഞാൻ, മറിച്ച് എനിക്ക് വല്ലാത്ത ഒരു പ്രയാസം, മനസാക്ഷിക്കുത്ത് വരിക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിർബന്ധമായി ചെയ്യേണ്ട ചില കർമ്മങ്ങൾ ചില ദിവസങ്ങളിൽ വിട്ടുപോകുമ്പോൾ അസഹ്യമായ ഒരു വേദന നമുക്ക് അനുഭവിക്കുന്നുണ്ടോ? അത് മഗ്ഫിറത്തിൻ്റെ ലക്ഷണമാണ്. ഒരസഹ്യമായ വേദന. എന്ത് കാര്യങ്ങളൊക്കെ നിങ്ങൾ ആലോചിച്ചു, ഞാൻ ഉദാഹരണം പറയണ്ടല്ലോ. അവിടെ നമ്മൾ ചിന്തിക്കണം. നോക്കൂ, ഒരു തിന്മ നമ്മൾ ചെയ്യുമ്പോൾ ആ തിന്മ ചെയ്തതിൻ്റെ പേരിൽ നമുക്ക് വല്ലാത്ത ഒരു വേദന, ഒരു മനസാക്ഷിക്കുത്ത് അനുഭവപ്പെടുന്നുണ്ടോ? അതാണ് മഗ്ഫിറത്തിൻ്റെ ആദ്യഘട്ടം എന്ന് പറയുന്നത്. അതൊരു സന്തോഷമാണ്, സുവിശേഷമാണ്. നേരെ മറിച്ച് അത് നമുക്ക് ഇഷ്ടപ്പെട്ടാലോ? അവിടെയാണ് നാം ഭയപ്പെടേണ്ടത്. അപ്പോൾ അതാണ് സത്യത്തിൽ അസായിം എന്ന് പറഞ്ഞാൽ. വഅസായിമ മഗ്ഫിറതിക്. അഞ്ചാമത്തെ കാര്യം വഅസ്അലുക ശുക്ര നിഅമതിക്. ഞാൻ നല്ലവനാണോ എന്ന് തിരിച്ചറിയാനുള്ള അഞ്ചാമത്തെ മാർഗം അതാണ്. അസ്അലുക, ഞാൻ നിന്നോട് ചോദിക്കുന്നു റബ്ബേ, ശുക്ര നിഅമതിക്, നീ എനിക്ക് നൽകിയ നിഅമത്തുകൾക്ക് ശുക്ർ ചെയ്യാൻ എനിക്ക് സാധിക്കണം. അതിനെനിക്ക് തൗഫീഖ് ഉണ്ടാകണം. അള്ളാഹുവിൻ്റെ നിഅമത്തുകൾ നമുക്കറിയാം, എണ്ണിയാൽ ഒതുങ്ങാത്തതാണ്. ഓരോ സെക്കൻഡിലും നമ്മൾ അള്ളാഹുവിൻ്റെ നിഅമത്തുകളെ അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നു. എണ്ണാൻ നമുക്ക് കഴിയില്ല, അത്രമാത്രമാണ്. ആ നിഅമത്തുകൾക്ക് ശുക്ർ ചെയ്യാൻ എനിക്ക് സാധിക്കുമോ? സാധിക്കണം. ഞാൻ എൻ്റെ നന്മയെക്കുറിച്ച് ആലോചിക്കേണ്ടത് അങ്ങനെയാണ്. ഞാൻ ആ നിഅമത്തുകൾക്ക് ശുക്ർ ചെയ്യുന്നവനാണോ അല്ലയോ? ശുക്ർ സംഭവിച്ചാൽ ആണ് നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ട് ശുക്റിനെ ചോദിക്കണം? അല്ലെങ്കിൽ ശുക്റാണ് എൻ്റെ നന്മയുടെ അടയാളം എന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ആ ശുക്റിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ സംഭവിക്കും. ഒന്ന്, ആ നിഅമത്തുകൾക്ക് വർധനവുണ്ടാകും. ആ നിഅമത്തുകൾക്ക്
വർധനവുണ്ടാകും. നമ്മൾ ആഗ്രഹിക്കാറുണ്ട് അതിൽ വർധനവുണ്ടാകണമെന്ന്. വർധനവുണ്ടാകണമെങ്കിൽ ഏകമാർഗം ശുക്റാണ്. ല ഇൻ ശക്കർത്തും ല അസീദന്നക്കും. രണ്ടാമത്തേത് ആ ശുക്ർ, ആ നിഅമത്തിനെ അള്ളാഹു നമുക്ക് സ്ഥിരപ്പെടുത്തി തരും. അൽ ഹിഫ്ളു വൽ ഇസ്തിമ്രാർ. അത് നമുക്ക് അള്ളാഹു സ്ഥിരപ്പെടുത്തി തരും, നമുക്ക് സംരക്ഷിച്ചു തരും. അതാണ് അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ശുക്ർ ഉണ്ടാകേണ്ടത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഈ ശുക്ർ ആദ്യം ഉണ്ടാകേണ്ടത് നമ്മുടെ ഖൽബിൽ നിന്നാണ്. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ശുക്റുണ്ടാകണം. അതെങ്ങനെ ഉണ്ടാകുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഹൃദയത്തിൽ നിന്ന് ശുക്ർ വരണം. അതാണ് ഒന്നാമത്തെ ശുക്ർ എന്ന് പറഞ്ഞാൽ. ഹൃദയത്തിൽ ശുക്റില്ലാതെ നാവ് കൊണ്ട് നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അതാണ്. രണ്ടാമത്തേതാണ് നാവ് കൊണ്ടുള്ള ശുക്ർ. അപ്പം ആദ്യം വരേണ്ടത് ഹൃദയത്തിൽ നിന്നാണ്, രണ്ടാമതായി നാവിൽ നിന്ന്, മൂന്നാമതായി നമ്മുടെ ശരീരത്തിലെ മറ്റ് അവയവങ്ങളിൽ നിന്ന് ശുക്ർ ഉണ്ടാകണം. അപ്പം ഹൃദയത്തിൽ നിന്ന് വരുന്ന ശുക്ർ എന്ന് പറയുമ്പോൾ അത് ആ നിഅമത്തിനെ നമ്മൾ ആസ്വദിക്കണം, അനുഭവിക്കണം, അറിയണം. അപ്പോഴേ ഹൃദയത്തിൽ നിന്ന് ശുക്ർ വരൂ. അപ്പോഴേ ഹൃദയത്തിൽ നിന്ന് ശുക്ർ വരൂ. ഏതും നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. ഏതും നമുക്ക് കിട്ടുന്ന എന്തും, നമ്മൾ ശ്വസിച്ചു കൊണ്ടിരിക്കുന്ന വായു അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയൊരു നിഅമത്താണ്. അത് ഓരോ സെക്കൻഡിലും നമ്മൾ ശ്വസിക്കുമ്പോൾ അല്ലെങ്കിൽ നിശ്വസിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ അത് നമ്മൾ അനുഭവിക്കണം. ഒരു സെക്കൻഡ് സമയം, 6-7 സെക്കൻഡ് സമയം ശ്വസിക്കാനായില്ലെങ്കിലുള്ള അവസ്ഥ നമുക്കറിയാം. എന്നിട്ട് നമ്മൾ നാവ് കൊണ്ടുവരണം. അൽഹംദുലില്ലാ എന്ന് നാവ് കൊണ്ടുള്ള ശുക്റിൻ്റെ വാചകമാണ്. നാവ് കൊണ്ടുവരണം. പക്ഷെ അത് ഹൃദയത്തിലൂടെ കടന്നു വേണം വരാൻ. എന്നിട്ട് നമ്മുടെ അവയവങ്ങളിലൂടെ അതുണ്ടാകണം. അഥവാ നമ്മൾക്ക് അള്ളാഹു നൽകിയിട്ടുള്ള അവയവങ്ങൾ മുഴുവൻ ആ നിഅമത്തിനെ അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന മാർഗത്തിലാക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിലായിരിക്കണം. അതാണ്. അതെപ്പോഴും നമ്മൾ ചിന്തിക്കണം. അതോടൊപ്പം നമ്മൾ ചിന്തിക്കേണ്ടത്, ഒരിക്കലും നോക്കൂ, ഒരിക്കലും അള്ളാഹു നൽകിയ ഒരു നിഅമത്തിനെ നമ്മൾ വിസ്മരിച്ചു പോകരുത്, മറന്നു പോകരുത്. മറന്നു പോയാൽ ഹൃദയം കൊണ്ട് ശുക്രില്ലാത്തവരായിപ്പോകും. മറവി ഹൃദയത്തിൻ്റേതാണ്, ഹൃദയത്തിൻ്റേതാണ് മറവി. മറന്നു പോകരുത്. അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. അള്ളാഹുവിനെ സ്തുതിക്കുവാനോ പുകഴ്ത്തുവാനോ തസ്ബീഹ് ചെയ്യാൻ അഥവാ പരിശുദ്ധിപ്പെടുത്തുവാനോ നമുക്ക് ഒരു മടി വരരുത്. അത് നാവ് കൊണ്ടുള്ള ശുക്രിൽ വരുന്ന കുറവാണ്. അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. അള്ളാഹു നമുക്ക് നൽകിയ ശരീരത്തിലെ അവയവങ്ങൾ, ആ അവയവങ്ങൾ അള്ളാഹുവിന് വിധേയപ്പെട്ട് ജീവിക്കുവാൻ നാം ഉപയോഗപ്പെടുത്തണം. അതാണ് വേണ്ടത്. അതല്ലാതെ നമ്മുടെ അവയവങ്ങളെ അള്ളാഹുവിന് തൃപ്തിയില്ലാത്ത വിഷയത്തിൽ നാം ഉപയോഗപ്പെടുത്തിയാൽ അത് ശുക്രിൻ്റെ നേരെ വിപരീതമായ കുഫ്റാണ്. അത് നമ്മൾ ഭയപ്പെടണം എന്നർത്ഥം. മനസ്സിലായല്ലോ? അടുത്ത വാചകം, 6ാമത്തെ കാര്യം, വഹുസ്ന ഇബാദത്തിക്. ഞാൻ നല്ല ആളാണോ എന്നറിയാനുള്ള 6ാമത്തെ കാര്യം അതാണ്. വഹുസ്ന ഇബാദത്തിക്. അള്ളാഹുവേ, നിനക്ക് നന്നായി ഇബാദത്ത് ചെയ്യാൻ എനിക്ക് നീ തൗഫീഖ് നൽകണം. ഹുസ്നുൽ ഇബാദ അത് വലിയൊരു കാര്യമാണ്. ഹുസ്നുൽ ഇബാദ എന്താണ്? ഇബാദത്തുകൾ നന്നായി ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഇബാദത്തുകളെക്കുറിച്ച് നമ്മുടെ ഹൃദയത്തിലൊരു ചിത്രമുണ്ടാകണം. ഇബാദത്തുകളെന്ന് പറഞ്ഞാൽ നമ്മെ സൃഷ്ടിച്ച് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിനോടുള്ള എൻ്റെ സ്നേഹത്തിൻ്റെ പ്രകടനമാണ് ഇബാദത്ത്. അതാണ് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ. അതാണ് ഇബാദത്ത്. അതാകണം ഇബാദത്ത്. അതല്ലാതെ ഒരു അധര വ്യായാമമാകരുത്. ഇബാദത്തുകൾ പ്രധാനം സ്വലാത്താണല്ലോ, നമസ്കാരമാണല്ലോ.
അതെന്താകണം നമസ്കാരം? നമസ്കാരം എനിക്ക് എന്നെ സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും എനിക്കാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എൻ്റെ റബ്ബിനോടുള്ള അഗാധമായ സ്നേഹത്തിൻ്റെ പ്രകടനമാണ് ഇബാദത്ത്. അതാണ് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ ഇബാദത്തിനെ നിർവചിക്കുമ്പോൾ പറഞ്ഞത്, ഷിദ്ദത്തുൽ മഹബ്ബത്തി ലില്ലാ. മഹബ്ബത്തില്ലാതെ ഇബാദത്ത് ഉണ്ടാവില്ല. ചെയ്യുന്ന പ്രവൃത്തിയോട് ഇഷ്ടമുണ്ടാകണം, വെറുപ്പേതാലും പാടില്ല, ഇഷ്ടമുണ്ടാകണം. ഇഷ്ടം എത്രയാണോ അത്രയാണ് ഇബാദത്തിൻ്റെ ശക്തി. അതാണ് ഇഷ്ടം എത്രയാണോ അത്രയാണ് ശക്തി. അതെല്ലാ സൽക്കർമ്മങ്ങളും അങ്ങനെയാണ്, എല്ലാ സൽക്കർമ്മങ്ങളും അങ്ങനെയാണ്. ഇഷ്ടമില്ലാത്ത ഒരു കർമ്മവും സൽ കർമ്മമാവില്ല, അത് കർമ്മമേ ആകും. സൽ കർമ്മമാകണമെങ്കിൽ ഇഷ്ടമുണ്ടാകണം. ഇഷ്ടമുണ്ടെങ്കിലേ ഇഖ്ലാസ് വരൂ, ഇഷ്ടമുണ്ടെങ്കിലേ ഇഖ്ലാസ് വരൂ. ഇഷ്ടമില്ലെങ്കിൽ ഇഖ്ലാസ് ഉണ്ടാവുകയില്ല. ഇഷ്ടമുണ്ടെങ്കിലേ ഖുശൂഅ് വരൂ, ഇഷ്ടമില്ലെങ്കിൽ ഖുശൂഅ് വരികയില്ല. ഇഷ്ടമുണ്ടെങ്കിലേ കോൺസെൻട്രേഷൻ കിട്ടൂ. നമ്മുടെയൊക്കെ പ്രശ്നം ഇതൊക്കെയാണല്ലോ. ഇതൊന്നുമില്ലാത്തതാണ്. എന്താ കാര്യം? ഇഷ്ടമില്ല എന്നതാണ് പ്രശ്നം. അപ്പോൾ ഇബാദത്തുകൾ ഉണ്ടാകേണ്ടത് അങ്ങനെ ആയിരിക്കണം. ഇബാദത്തുകളുടെ ഹുസ്ന് എന്ന് പറഞ്ഞാൽ ഒന്നാമതായി അതാണ്. രണ്ടാമതായി ഇബാദത്തിൻ്റെ ഹുസ്നുൽ ഇബാദ, നല്ല ഇബാദത്ത് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണോ നമ്മോട് ചെയ്യാൻ കൽപ്പിച്ചിട്ടുള്ളത് അങ്ങനെയായിരിക്കണം. അതിൽ കൂട്ടാനോ കുറക്കാനോ നമുക്കധികാരമില്ല. അഥവാ ഇതെങ്ങനെ ചെയ്യണം എന്ന് പഠിപ്പിക്കാൻ അല്ലാഹു തആല പ്രാക്ടിക്കൽ ചെയ്ത് പഠിപ്പിക്കാൻ വേണ്ടി ഒരാളെ അയച്ചു. ആ ആളാണ് റസൂൽ. ആ റസൂൽ എങ്ങനെയാണോ പഠിപ്പിച്ചത് അങ്ങനെയായിരിക്കണം. അതുകൊണ്ടാണല്ലോ ആ റസൂൽ എല്ലാ പ്രവൃത്തി ചെയ്തിട്ടും പറഞ്ഞത് എന്താ? ഞാൻ എങ്ങനെയാണോ ചെയ്യുന്നത് അങ്ങനെ നിങ്ങൾ ചെയ്യണം. അതാണ് ഹുസ്നുൽ ഇബാദത്ത്. സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി പറഞ്ഞു, നിസ്കരിച്ചിട്ട്. ഹജ്ജ് ചെയ്തിട്ട് പറഞ്ഞു ഖുദു അന്നി മനാസികക്കും. ഓരോന്നും അങ്ങനെ പറഞ്ഞു. എങ്ങനെയാണോ ഞാൻ ചെയ്തത് അങ്ങനെ നിങ്ങൾ ചെയ്യണം എന്നത്. ഇത് രണ്ടും പ്രധാനമാണ്. ഈ സ്നേഹം, ആ സ്നേഹത്തിൽ നിന്നാണ് ഇഖ്ലാസ് ഉണ്ടാവുക. അതുപോലെ എങ്ങനെയാണോ തിരുമേനി ചെയ്തത് അപ്രകാരം ചെയ്യണം. അതാണ് ഹുസ്നുൽ ഇബാദ. അതാണ് ഏറ്റവും പ്രധാനമായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ഈമാനും ഇസ്ലാമും പഠിപ്പിച്ചല്ലോ. ഈമാനും ഇസ്ലാമും പഠിപ്പിച്ചു. മൂന്നാമതൊരു സാധനം പഠിപ്പിച്ചു. അതിൻ്റെ പേരാണ് ഇഹ്സാൻ. അതിൽ നിന്നാണ് ഹുസ്ന് വന്നത്. ഇഹ്സാൻ. ഈമാനും ഇസ്ലാമും പഠിപ്പിച്ചതുപോലെ പഠിപ്പിച്ചതാണ് എന്ത്? ഇഹ്സാൻ. ആ ഇഹ്സാൻ യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, എന്താണ് മുഹമ്മദേ ഇഹ്സാൻ എന്ന്. അറിയാത്തത് കൊണ്ടല്ല, മറിച്ച് അത് ഉറപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, അൻ തഅബുദല്ലാഹ കഅന്നക തറാഹ് ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. അതാണ് മഹബ്ബത്തുണ്ടെങ്കിലേ അത് വരൂ. അൻ തഅബുദല്ലാഹ കഅന്നക തറാഹ്. നീ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യേണ്ടത് അള്ളാഹുവിനെ നീ കാണുന്നുണ്ട് എന്ന രീതിയിലായിരിക്കണം. കാണുന്നുണ്ട് എന്ന രീതിയിലായിരിക്കണം. ഫഇൻ ലം തകുൻ തറാഹ്. നിന്റെ ഈ ബാഹ്യമായ കണ്ണുകളെ കൊണ്ട് നിനക്കവനെ കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ പോലും ഫഇന്നഹു യറാക്. അവൻ നിന്നെ കാണുന്നുണ്ട്. നമ്മൾ ബാഹ്യമായ കണ്ണുകളെ കൊണ്ട് കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ യഖീൻ പറഞ്ഞപ്പോൾ പറഞ്ഞല്ലോ, സഹാബികൾ സ്വർഗം കണ്ടു നരകം കണ്ടു എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ബാഹ്യമായ കണ്ണുകളെ കൊണ്ട് അള്ളാഹുവിനെ കാണാൻ കഴിയുന്നില്ലെങ്കിലും നമുക്ക് ആന്തരികമായ ഹൃദയത്തിൻ്റെ നമ്മുടെ കണ്ണുകളെ കൊണ്ട് നമുക്ക് റബ്ബിനെ കണ്ടുകൊണ്ട് വേണം ഇബാദത്ത് ചെയ്യാൻ. അപ്പോഴാണ് ഹുസ്നുൽ ഇബാദത്താവുക. അത്തരം ഇബാദത്തുകൾ സുബ്ഹാനല്ലാഹ് അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. ഒരു സംശയം വേണ്ട.
അത്ഭുതങ്ങൾ സൃഷ്ടിക്കും, ജീവിതത്തെ വിമലീകരിക്കും, വിശുദ്ധീകരിക്കും, നമുക്ക് സമാധാനവും സന്തോഷവും നൽകും അത്തരം ഇബാദത്തുകൾ. അതാണ് ഇബാദത്തുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഏഴാമതായി വഅസ്അലുക ഖൽബൻ സലീമൻ. അല്ലാഹുവേ, ഞാൻ നിന്നോട് എൻ്റെ കൽബ് സലീമാകാൻ വേണ്ടി ചോദിക്കുന്നു. ഞാൻ നല്ലവനാണോ എന്നറിയാനുള്ള ഏഴാമത്തെ അടയാളം എൻ്റെ ഹൃദയമാണ്. എൻ്റെ ഹൃദയത്തിലേക്ക് ഞാൻ നോക്കണം. എൻ്റെ ഹൃദയം ആരോഗ്യമുള്ളതാണോ? സലീം എന്ന് പറഞ്ഞാൽ മരീദ് എന്ന പദത്തിൻ്റെ വിപരീത പദമാണ്. മരീദ് എന്ന് പറഞ്ഞാൽ രോഗമാണല്ലോ, രോഗിയാണല്ലോ. അതിൻ്റെ നേരെ വിപരീതമാണ് സലീം. എൻ്റെ ഹൃദയം രോഗാതുരമാണോ അല്ല ആരോഗ്യമുള്ളതാണോ? ഏതാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന ആരോഗ്യമെന്ന് പറഞ്ഞാൽ? അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ആരോഗ്യമെന്ന് പറഞ്ഞാൽ തിന്മകൾ ചെയ്യാനുള്ള ടെൻഡൻസി കടന്നുകൂടാത്ത ഹൃദയമായിരിക്കണം. തിന്മകൾ ചെയ്യാനുള്ള ആഗ്രഹം കടന്നുകൂടാത്ത ഹൃദയമായിരിക്കണം. അള്ളാഹുവിനോട് വെറുപ്പില്ലാത്ത ഹൃദയമായിരിക്കണം. അള്ളാഹുവിനോട് വെറുപ്പില്ലാത്ത ഹൃദയമായിരിക്കണം. ഷിർക്കില്ലാത്ത ഹൃദയമായിരിക്കണം. ഷിർക്കില്ലാത്ത ഹൃദയമായിരിക്കണം. അതുപോലെ ബിദ്അത്തുകൾ കടന്നു വരാത്ത ഹൃദയമായിരിക്കണം. ഒരുപാട് സംഗതികളുണ്ട്. നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും നമ്മുടെ ഉള്ളെന്താണ് എന്ന്. ഉള്ളെന്താണ്? അതാണ് പ്രശ്നം. ഉള്ള് നന്നായാൽ നമ്മുടെ ബാക്കിയൊക്കെ നന്നാവും. നോക്കൂ, നമ്മുടെ ഹൃദയം നന്നായാൽ നമ്മുടെ ശരീരത്തിലെ മുഴുവൻ അവയവങ്ങളും നന്നാകും. ഇത് റസൂലുള്ളാഹിന്റെ വാക്കാ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ? നമ്മുടെ നാവ് എന്തുകൊണ്ടാണ് കേടുവരുന്നത്? നമ്മുടെ ഹൃദയം നന്നാകാത്തത് കൊണ്ടാണ്. നമ്മൾ കണ്ടിട്ടില്ലേ, നമ്മുടെ നാവിൽ നിന്ന് ചില മോശമായ വാക്കുകൾ വരുന്നു. ചിലപ്പോൾ ചില നല്ല വാക്കുകളായി പ്രത്യക്ഷത്തിൽ നല്ലതായിരിക്കും, ഉദ്ദേശം മോശമായിരിക്കും. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ വലിയ ചർച്ച അതാണല്ലോ, ദ്വയാർത്ഥമുള്ള പദങ്ങൾ വരും. ഈ ദ്വയാർത്ഥമുള്ള പദങ്ങൾ വരുന്നതിൻ്റെ അടിസ്ഥാനം നമ്മുടെ ഖൽബ് സലീമല്ല എന്നതാണ്. ഉള്ളു നന്നാതില്ലെങ്കിൽ എൻ്റെ നാക്കിൽ നിന്ന് വരുന്നത് അങ്ങനത്തേതായിരിക്കും. അതാണ്. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യ കാലഘട്ടത്തിൽ, മദീനയിലെ ആദ്യ കാലഘട്ടത്തിൽ മദീനയിലെ ജൂതന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ദീൻ പഠിക്കാൻ എന്ന വ്യാജേന വരും. ദീൻ പഠിക്കാനല്ല വരുന്നത്, നബിയെ കളിയാക്കാനും പരിഹസിക്കാനും വരുന്നത്. ആ സമയത്ത് അവർ വാക്ക് പറയും. ഖുർആൻ അത് പറയുന്നുണ്ട്. ആ വാക്ക് നിങ്ങൾ പറയരുത് എന്ന് മുഅ്മിനുകളോട് പറയുന്ന ഒരു കൽപ്പനയുണ്ട്. അതാണ് ഖുർആനിൽ ആദ്യമായി മുഅ്മിനുകളോട് നടത്തുന്ന കൽപ്പന. അതിൻ്റെ ഗൗരവം മനസ്സിലാക്കണം. വിശുദ്ധ സൂറത്തുൽ ബഖറയിലെ 104-ാമത്തെ വചനമാണ്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖൂലൂ റാഇനാ. യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് 80-ൽ ചില്ലാനം സ്ഥലങ്ങളിൽ ഖുർആൻ പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ സ്ഥലം അതാ. അത്ര കണിശതയുള്ളതാണ് വിഷയമെന്നർത്ഥം. ഖുർആൻ്റെ ഘടനയനുസരിച്ച്, തർത്തീബ് അനുസരിച്ച് പരിശോധിക്കുമ്പോൾ ഒന്നാമത്തെ കൽപ്പന അതാ, ലാ തഖൂലൂ റാഇന. എന്താ റാഇന പറഞ്ഞാൽ? ഞങ്ങളെ പരിഗണിക്കണമേ എന്നാണ് അതിൻ്റെ ഭാഷാർത്ഥം. ഒരു കുഴപ്പമില്ല പറയണേന്. പക്ഷേ അള്ള പറഞ്ഞു പറയരുത്. വഖൂലു, അതിന് പകരം നിങ്ങൾ ഉപയോഗിക്കേണ്ട പദം ഉൻളുർന എന്നായിരിക്കണം. ഉൻളുർന എന്ന് പറഞ്ഞാലും അതേ ആശയമാണ്. ഞങ്ങളെ ഗൗനിക്കണം, ഞങ്ങളെ ശ്രദ്ധിക്കണം എന്നാണ്. എന്തുകൊണ്ടാണ് റാഇന എന്ന് പറയാൻ പാടില്ല എന്ന് പറഞ്ഞത്? അതിന് ദ്വയാർത്ഥമുണ്ട്. അതാ കാരണം. റായി എന്ന് പറഞ്ഞാൽ ഹിബ്രു ഭാഷയിൽ മോശമായ അർത്ഥമാണ്. ഹിബ്രു ഭാഷയാണ് ജൂതൻ്റെ ഭാഷ. അവരത് പറയുമ്പോൾ ഉദ്ദേശം വേറെയാണ്. ഇനി അറബി ഭാഷയാണെങ്കിൽ തന്നെ അവരിത് പറഞ്ഞിരുന്നത് റാഇന എന്നല്ല, റാഈന എന്നാണ്. റായി എന്ന് പറഞ്ഞാൽ ആട്ടിടയൻ എന്നാണ്. അവ ആരോടാ പറയുന്നത്? അള്ളാഹുവിൻ്റെ റസൂലിനോട്. പാടില്ലെന്ന് പറഞ്ഞു. വഖൂലുൻളുർന എന്ന് പറയണം എന്ന് പറഞ്ഞു. എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മുടെ ഹൃദയം
നോക്കൂ, അത് ഭയങ്കര ഗൗരവമുള്ള ഒരു സംഗതിയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ വിചാരിക്കണം അതൊരു സാമർഥ്യമാണ് എന്നാണ്, അല്ലേ? നമ്മളങ്ങനെ വിചാരിക്കണേ ഒരു സാമർഥ്യമാണ്. എന്ത് ദ്വയാർത്ഥമുള്ള പദങ്ങൾ പ്രയോഗിച്ച് അവനെന്ന് വെട്ടുക എന്നാ പറയാം, അവനെന്ന് വെട്ടല് സാമർഥ്യമാണ്. എന്താ അറിയോ, അത് നമ്മുടെ ഖൽബ് സലീമല്ല എന്നതിൻ്റെ ലക്ഷണമാണ്. എനിക്ക് നിങ്ങളുടെ മുഖം കാണുമ്പോൾ എൻ്റെ നെറ്റിയിൽ ചുളിവുകൾ വരുന്നുവെങ്കിൽ അതിനർത്ഥം എൻ്റെ ഖൽബ് സലീമല്ല എന്ന് തന്നെയാണ്. നമ്മൾ മനസ്സിലാക്കണം. നമ്മളിങ്ങനെയൊന്നും ആകേണ്ടവരല്ല. നമുക്കിതൊന്നും പാടില്ലാത്തതാണ്. നമ്മുടെ ചോദ്യം അതാണ്, വഅസ്അലുക ഖൽബൻ സലീമൻ. സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിലുള്ള യോഗ്യത അതാണ്. യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. എന്നിട്ടും നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ ശ്രദ്ധിക്കാറില്ല നമ്മുടെ മനസ്സിനകത്ത്, ഹൃദയത്തിനകത്ത് ഏഷണികൾ, പരദൂഷണങ്ങൾ, വെറുപ്പ്, വിദ്വേഷം, എങ്ങനെയെങ്കിലും അകറ്റാനുള്ള ചിന്ത, ഇതൊക്കെയല്ലേ നിറഞ്ഞു കിടക്കുന്നത്? ഒരു കുപ്പത്തൊട്ടി പോലെ എല്ലാ അഴുക്കുകളും സൂക്ഷിച്ചു വെച്ചേക്കാം. എങ്ങനെയാ ഉറങ്ങണത് നമ്മൾ? എങ്ങനെയാണ് നമുക്ക് ഉറങ്ങാൻ സാധിക്കുക? ഇത് ജൂതന്റെ സ്വഭാവമാണ് എന്നാ ഖുർആൻ നമ്മെ പഠിപ്പിച്ചത്. ജൂതന്മാരുടെ സ്വഭാവമായിരുന്നു ഇത്. കാപട്യം അത് അവിടെ നിന്ന് വന്നതാ. ജൂത സ്വഭാവത്തിൽ നിന്നാണ് മുസ്ലിമീങ്ങളുടെ ഇടയിലേക്ക് മുനാഫിക്കുകൾ കടന്നു വന്നത്. അവരിൽ നിന്ന് പഠിച്ചതാ കാപട്യം. നമുക്ക് പാടില്ല. സംസാരം ക്ലിയർ ആവും എപ്പോൾ? നമ്മുടെ ഖൽബ് ക്ലിയർ ആണെങ്കിൽ. അതുകൊണ്ട് നമ്മൾ ചോദിക്കണം അള്ളാഹുവിനോട്, വഅസ്അലുക ഖൽബൻ സലീമൻ, സലീമായ ഖൽബ് എനിക്കുണ്ടാകണം. എട്ടാമത്തേത് വലിസാനൻ സാദിഖൻ. നോക്കൂ, ഞാൻ നല്ല മനുഷ്യനാണോ എന്നറിയാനുള്ള എട്ടാമത്തെ അടയാളം അതാണ്. അല്ലാഹുവേ, എൻ്റെ നാവ് സാദിഖാകണം. എൻ്റെ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ സത്യസന്ധമാകണം. സാദിഖ് എന്ന് പറഞ്ഞാൽ എന്താ? കളവില്ലാത്തതാകണം. എൻ്റെ നാവ് കൊണ്ട് ചെയ്ത ഒരു വാഗ്ദത്തത്തെ ലംഘിക്കേണ്ട അവസ്ഥ എനിക്ക് വരരുത്. നമ്മൾ മനസ്സിലാക്കണം. നോക്കൂ, അമ്പിയാക്കൾ കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത സ്റ്റെപ്പ് സിദ്ദീഖുകളാണ്. ഖുർആൻ അത് പറയുന്നുണ്ട് സിദ്ദീഖുകളെ കുറിച്ച്. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ സിദ്ദീഖിലെത്താനുള്ള ഒന്നാമത്തെ സ്റ്റെപ്പ് സിദ്ഖാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പച്ചയായി പറഞ്ഞു, അലൈക്കും ബിസ്സിദ്ഖ് ഫഇന്ന الصدق യഹ്ദി ഇലൽ ബിർ വഇന്നൽ ബിർറ യഹ്ദി ഇലൽ ജന്ന. നിങ്ങൾക്ക് സിദ്ഖ് എന്ന ക്വാളിറ്റി ഉണ്ടാകണം. ഹോണസ്റ്റി, സത്യസന്ധത. ഇന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു മടിയില്ലല്ലോ പറയാൻ. ഒരു മടിയില്ല. എത്ര ക്ലിയറായിട്ടാണ് കളവ് എന്നുള്ള പദം പറഞ്ഞാൽ അത് അൺപാർലമെന്റേറിയനാ. വാസ്തവ വിരുദ്ധം എന്ന് പറഞ്ഞാൽ ക്ലിയർ, കുഴപ്പമൊന്നുമില്ല. അത്ര അങ്ങനെ ഇപ്പം പറയുന്നത്. വാസ്തവ വിരുദ്ധം എന്ന് പറഞ്ഞാൽ മതി, കളവ് എന്ന് പറയണ്ട. ഏതായിരുന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ സാദിഖുകളാകണം. കൂനു മഅസ്സാദിഖീൻ, നമ്മളോടുള്ള കൽപ്പന അതാണ്. നമ്മൾ സാദിഖുകളുടെ കൂടെ ഉണ്ടാകണം. നമ്മൾ ശ്രദ്ധിക്കണം. സംസാരം തുടങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, എൻ്റെ നാവിൽ നിന്ന് വരുന്നത് സിദ്ഖാണോ കദിബാണോ? ഞാൻ എന്താ പ്രാർത്ഥിച്ചത്? വഅസ്അലുക ഖൽബൻ സലീമൻ വലിസാനൻ സാദിഖൻ എന്നാ ഞാൻ പ്രാർത്ഥിച്ചത്. പിന്നെ എങ്ങനെയാണ് ഞാൻ കളവ് പറയുക? എങ്ങനെയാണ് പറയാൻ കഴിയുക? ഒരു ന്യായവുമില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ഒരു ന്യായവുമില്ല. വക്കീലാണെങ്കിൽ കളവ് പറയാം ഉണ്ടോ? ഇല്ല. അവൻ കള്ളനാണ്. ഒരു സംശയം വേണ്ട. അപ്പം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ നല്ല ആളാണോ എന്നറിയാനുള്ള അടയാളം അതാണ്. ഒമ്പതാമത്തെ അടയാളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് വഅസ്അലുക മിൻ ഖൈരി മാ തഅലം.
അല്ലാഹുവേ, ഞാൻ നിന്നോട് ചോദിക്കുന്നു, മിൻ ഖൈരി മാ തഅലം, നീ അറിയാവുന്ന എല്ലാ നന്മകളും ചെയ്യാൻ എനിക്ക് സാധിക്കണം. നമ്മൾ നല്ല ആളാണോ എന്നറിയാനുള്ള അടയാളം അതാണ്. നമ്മൾ ചെയ്യുന്നത് നന്മകളായിരിക്കണം. നന്മയല്ലാത്തത് നമ്മൾ ചെയ്യാനേ പാടില്ല. നന്മയാണോ തിന്മയാണോ എന്ന് സംശയമുണ്ടോ? ചെയ്യണ്ട, മാറ്റിവെച്ചോ. നന്മയാണെന്നുറപ്പുള്ളതേ നമ്മൾ ചെയ്യാവൂ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇമാം ഗസാലി റഹിമഹുല്ല ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. അവിടെ നിങ്ങളുടെ മുമ്പിൽ 2 ഗ്ലാസ് ഉണ്ടെന്ന് വെക്കുക. ഒരു ഗ്ലാസ്സിലുള്ളത് വിഷമാണോ പാലാണോ എന്ന് തിരിച്ചറിയുന്നില്ല, വെള്ളക്കളറാ. കുടിക്കൂലല്ലോ. രണ്ടാമത്തെ ഗ്ലാസ്സിലുള്ളത് പച്ചവെള്ള, അതാ കുടിക്കണ്ട്. ഇത് പാലാണല്ലോ, ഇതിലല്ലേ പ്രോട്ടീൻ കൂടുതൽ, പോഷകം കൂടുതൽ. കുടിച്ചൂടാ. കാരണം എന്താ? നമുക്കറിയില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം നന്മയായിരിക്കണം നമുക്ക് കിട്ടേണ്ടത്. നന്മ അള്ളാഹുവിനോട് ചോദിക്കണം. വഅസ്അലുക മിൻ ഖൈരി മാ തഅലം. എന്തുകൊണ്ട്? നമുക്കറിയാത്ത ഒരുപാട് നന്മകളുണ്ട്, അതിലേക്ക് നമുക്ക് എത്താൻ സാധിക്കണം. അതാണ്, നമുക്കറിയാത്ത ഒരുപാട് നന്മകളുണ്ട്. നന്മകൾ എന്ന് പറഞ്ഞാൽ പ്രവർത്തികളിൽ മാത്രമല്ല. ഒന്നാമത്തെ നന്മ ചിന്തകളിലാണ്, ഹൃദയത്തിൽ വരുന്ന വിചാരങ്ങളിലാണ്. അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇയ്യാക്കും വസൂഉൽ ളൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സൂഉൻളന്നുകളെ, ചീത്ത വിചാരങ്ങളെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിപരീത അർത്ഥം എന്താ? നിങ്ങളുടെ ഉള്ളിലുണ്ടാകേണ്ടത് നല്ല വിചാരങ്ങളായിരിക്കണം എന്നാണ്, അല്ലേ? അങ്ങനെയാണ്. നല്ല വിചാരങ്ങൾ ഉണ്ടാകണം. നല്ല വിചാരം. എന്നെ കാണുമ്പം, നിങ്ങളെ കാണുമ്പോൾ എനിക്ക് തോന്നേണ്ടത് നല്ല വിചാരമായിരിക്കണം. ഒരു ചീത്ത വിചാരം, അയാൾ അതായിരിക്കും. നോ, പറ്റൂല. നമുക്കങ്ങനെ വിചാരിക്കാൻ പറ്റൂല. ആ ലന്ന് ആപത്താണ്. ആ ലന്ന് വരരുത്. നോക്കൂ, ആ ലന്ന് നമ്മളെ നശിപ്പിച്ച് കളയും. അതാ പ്രശ്നം. നമ്മളെ നശിപ്പിച്ച് കളയും. നമ്മളറിയാതെ തീ തിന്ന് നമ്മൾ നശിച്ചു പോകും. എന്താ കാര്യം? അയാൾ ചീത്തയായാലും നല്ലതായാലും എനിക്കെന്താ? എന്തിനാ ഞാൻ ആവശ്യമില്ലാത്ത വിചാരിക്കണേ? അതുകൊണ്ട് വഅസ്അലുക മിൻ ഖൈരി മാ തഅലം. അടുത്ത വാക്ക് വഅഊദു ബിക മിൻ ശർരി മാ തഅലം. ആദ്യത്തേത് അസ്അലുക മിൻ ഖൈരി മാ തഅലമാണ്. അല്ലാഹുവേ, നീ അറിയുന്ന എല്ലാ നന്മയും ഞാൻ നിന്നോട് ചോദിക്കുന്നു. അടുത്തത് വഅഊദു ബിക മിൻ ശർരി മാ തഅലം. അല്ലാഹുവേ, നീ അറിയുന്ന എല്ലാ തിന്മയിൽ നിന്നും ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു. ചോദിക്കണം. കാരണം ചിലതിലുള്ള തിന്മകളൊന്നും നമുക്കറിയില്ല. അപ്പം നമ്മൾ ചോദിക്കണം. നമുക്കറിയില്ല അതിലെ തിന്മ എന്താന്നുള്ളത്. അതുകൊണ്ട് ചോദിക്കണം. അവസാനം വഅസ്തഗ്ഫിറുക ലിമാ തഅലം. വഅസ്തഗ്ഫിറുക, ഞാൻ നിന്നോട് ഇസ്തിഗ്ഫാർ നടത്തുന്നു, പാപമോചനത്തിന് വേണ്ടി അപേക്ഷിക്കുന്നു. ലിമാ തഅലം, നീ അറിഞ്ഞ കാര്യങ്ങൾ. ഇത് കുറച്ചുകൂടി ക്ലിയറായിട്ട് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഒരുപാട് തിന്മകൾ ചെയ്യുന്നു, ഒരുപാട് പ്രവർത്തികൾ ചെയ്യുന്നു. ആ പ്രവർത്തികളിൽ ചിലത് തിന്മയാകാം. പക്ഷേ നമ്മൾ തിന്മയാണെന്നോ അല്ലെങ്കിൽ തിന്മ ചെയ്യണമെന്ന ആഗ്രഹത്തോടു കൂടിയോ തിന്മയാണെന്ന വിചാരത്തോടു കൂടിയോ ചെയ്തതല്ല. എന്നാലും അതിൽ തിന്മയുണ്ടാകും. അതാർക്കറിയാം? അള്ളാഹുവിനറിയാം. അപ്പം അള്ളാഹുവിനോട് പറയാണ് വഅസ്തഗ്ഫിറുക ലിമാ തഅലം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നുണ്ട്. ഈ അറിയാൻ, മനുഷ്യനറിയാത്ത തിന്മകളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. യാ അബൂബക്കർ ലശ്ശിർകു ഫീകും അഖ്ഫാ മിൻ ദബീബിൻ നംൽ. അറിയാതെ കടന്നു വരുന്ന ഷിർക്ക് നിങ്ങളിലേക്ക് ദബീബുന്നംൽ, ഒരു ഉറുമ്പ് അരിച്ചു വരുന്നത് പോലെ വരും. ഉറുമ്പ് അരിച്ചു വരുമ്പോൾ അറിയില്ലല്ലോ, എവിടെയും വന്ന് കടിക്കുമ്പോഴേ അറിയുള്ളൂ. അപ്പം ഷിർക്ക് പോലും അങ്ങനെ വരും. പിന്നല്ലേ ബാക്കി തിന്മകൾ നമ്മൾ പറയണ്ടല്ലോ. നമ്മൾ അനുഭവിക്കുകയാണ് ഓരോ ദിവസവും. നമ്മുടെ ജീവിതത്തിൽ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും തിന്മകൾ ഇങ്ങനെ വരികയാണ്. സഹോദരന്മാരെ, ഇത് ശ്രദ്ധിക്കണം. ഈ ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനിപ്പിക്കുന്നത് ഇന്നക അൻത അല്ലാമുൽ ഗുയൂബ് എന്ന് പറഞ്ഞുകൊണ്ടാണ്.
നീയാണ് റബ്ബേ അല്ലാമുൽ ഗുയൂബ്. ആലിം എന്നതിൻ്റെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ് അല്ലാം എന്ന് പറഞ്ഞാൽ. അല്ലാം, എല്ലാം അറിയുന്നവൻ. പ്രത്യേകിച്ചും അൽ ഗുയൂബ്, ഗൈബിൻ്റെ ജമ്മാണെന്ത്, ബഹുവചനമാണെന്ത്, ഗുയൂബ്. അദൃശ്യങ്ങൾ മുഴുവൻ അറിയുന്നവൻ നീയാണ് റബ്ബേ. അതുകൊണ്ട് ഈ കാര്യങ്ങൾ നീ എനിക്ക് ചെയ്തു. ഒന്ന് എണ്ണി നോക്കൂ. 1 2 3 4 5 6 7 8 9 10 11 കാര്യങ്ങൾ ചോദിച്ചു. ഈ 11 കാര്യങ്ങളാണ് സഹോദരന്മാരെ നമ്മുടെ ജീവിതത്തിലെ നന്മ എന്ന് പറയുന്നത്. നമ്മളെ പരിശോധിക്കാൻ ഉപയോഗിക്കേണ്ടത് ഈ 11 കാര്യങ്ങളാണ്. ഈ 11 കാര്യങ്ങൾ വളരെ എളുപ്പമാണ് ഇത് പഠിക്കാൻ. നിങ്ങളെല്ലാവരും ഇത് പഠിക്കണം. പഠിക്കുക എന്ന് പറഞ്ഞാൽ എന്നിട്ട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ കേവല പ്രാർത്ഥനയാകരുത്. ഒരു വരി ചെല്ലുമ്പോൾ കൈ ഉയർത്തി ചെല്ലുമ്പോൾ നമ്മളെങ്ങനെ നോക്കണം, ഉണ്ടോ എൻ്റെ അടുത്ത് അത്? അങ്ങനെ നമ്മൾ നന്നാവുള്ളൂ. പ്രാർത്ഥനകൾ യഥാർത്ഥത്തിൽ നമ്മളെ സംസ്കരിക്കുന്നത് ഈ രീതിയിലാണ്. അള്ളാഹു വന്നിട്ട് നമ്മൾ ഏത് കോലത്തിലാണെങ്കിലും അള്ളാഹ് വന്നിട്ട് ഇങ്ങോട്ട് മാറ്റും എന്നല്ല പറഞ്ഞത്. നമ്മൾ റെഡിയാകണം. മാറേണ്ടത് ഇങ്ങനെയാണ്. ഇതാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കേണ്ടത്. ഇങ്ങനെയുള്ളൊരു മാറ്റമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല മനുഷ്യരാകാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കി ഇത് പ്രാർത്ഥിച്ച് പരിശോധിച്ചു കൊണ്ടിരിക്കും ഓരോ ദിവസവും. എപ്പോഴാണ് പോകേണ്ടി വരിക എന്നറിയില്ല. പോകുമ്പോൾ ക്ലിയറായിട്ട് പോകണം. ക്ലിയറായിട്ട് പോകാൻ നമുക്ക് ധൈര്യമുണ്ടാകണം. ഏത് സമയത്തും പോകാൻ തയ്യാറായി നിൽക്കണം. പോകുന്നത് അള്ളാഹുവിൻ്റെ സൽക്കാരത്തിലേക്കാണ്. ആ സൽക്കാരം ഗംഭീരമാകണമെങ്കിൽ നമ്മളിവിടെ ഈ 11 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ടുപോകണം. റബ്ബുൽ ഇസ്സത്ത് നമുക്കെല്ലാവർക്കും അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട അടിമകളായി ജീവിക്കുവാനും അള്ളാഹുവിനെ ഇഷ്ടത്തോടുകൂടി കാണാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. സല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.